ഇരിങ്ങാലക്കുട പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് അമ്മയും മകളെയും കൊലപ്പെടുത്തിയ രീതിയിൽ കാണപ്പെട്ടു. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടോ ചൊവ്വാഴ്ചയോ ആകാം ഈ സംഭവം. പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് 6 മാസമായി വാടകയ്ക്ക് താമസിക്കുന്നു മണി എന്ന 74-കാരിയും മകൾ 41 വയസ്സുള്ള രേഖയും. രേഖയ്ക്ക് 2 കുട്ടികളുമുണ്ട്. കരകുളം കാറളം വെള്ളാനിയിൽ കൈതവളപ്പിൽ പരേതനായ പരമേശ്വരൻ്റെ ഭാര്യയാണ് മണി. മണി ഇരിഞ്ഞാലക്കുട ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. മണിക്ക് 3 മക്കളുണ്ട്. 3 പെൺകുട്ടികളാണ്. അതിൽ സിന്ധു എന്ന് പറയുന്ന ഒരു കുട്ടി, ഇവരുടെ മകള് ഇരിഞ്ഞാലക്കുട ബോയ്സ് ഹൈസ്കൂളിലെ അവിടുത്തെ ജോലിക്കാരിയാണ്. അവൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, രേഖയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. 2 ദിവസമായി അവൾ വിളിക്കുന്നു. അവളെന്തായാലും സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് 2 മണിയോടുകൂടി ഇന്നലെ വീട്ടിലെത്തി. വീട് അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. പിൻവശത്ത് അടുക്കളയിലെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി നോക്കി. വീടിനകത്ത് ദുർഗന്ധമുണ്ട്. അവിടെ അടുക്കളയോടും അവരുടെ ബെഡ്റൂമിനോടും ചേർന്ന് അത് രണ്ടിൻ്റെ ഇടയിൽ അമ്മയും മകളും, അമ്മ റാണിയും മകള് രേഖയും കൊല്ലപ്പെട്ട് കിടക്കുന്നു. മൃതദേഹത്തിന് പഴക്കമുണ്ട്, ദുർഗന്ധമുണ്ട്. ഈ വീട് വാടകയ്ക്കെടുത്തതിന് ശേഷം 6 മാസം മുമ്പാണ് മണിയും രേഖയും വീട് വാടകയ്ക്കെടുത്തത്. ഇവരുടെ 2ാം വിവാഹമാണ്. ഇവരുടെ ഭർത്താവ് കോട്ടയം മണർകാടിനടുത്തുള്ള പ്രേംകുമാറാണ്. പ്രേംകുമാർ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വീട് ഇവർ വാടകയ്ക്കെടുത്ത് കഴിഞ്ഞ 5 മാസം മുമ്പ് ഇവരുടെ വിവാഹം നടന്നു. രേഖയുടെ 2ാം വിവാഹമാണ്. ഇയാളുടെ ആദ്യത്തെ വിവാഹം 2019 ഭാര്യയെ കൊന്ന്, അവളെ സംശയം തോന്നിയിട്ട് പ്രേംകുമാറെ കൊന്നിട്ട് ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. അത് കുറേ ദിവസം റിമാൻഡിൽ കിടന്ന ശേഷം ഏതോ വിധത്തിൽ ജാമ്യത്തിൽ ഇറങ്ങി. അതിനുശേഷം ഇരിഞ്ഞാലക്കുട ഈ രേഖയുമായിട്ട് അടുത്ത് രേഖയെ ഇപ്പം കല്യാണവും കഴിച്ചു താമസമാണ്. മൃതദേഹത്തിനടുത്ത് അവരുടെ തുണിയിൽ ഇവരുടെ നേരത്തെയുള്ള ചെറുപ്പക്കാരായ അടുപ്പക്കാരായ പുരുഷന്മാരുടെ പടം ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. ഇയാൾ അവരുടെ തുണിയിൽ ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ ഇവരുമായിട്ട് അടുപ്പമുള്ളവരെ പറ്റി പരാമർശിച്ചുകൊണ്ട് സംശയമായിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും കൃത്യം നടത്തിയത് വേറെ ആരുമല്ല, ഭർത്താവ് തന്നെ എന്ന് ഉറപ്പായി. 2 പേരെയും പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. ആ വീട് മുഴുവൻ അലങ്കോലപ്പെട്ടിട്ടുണ്ട്. വീടിനകം മുഴുവൻ തപ്പി നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും പണമോ രൂപയോ അല്ലെങ്കിൽ സ്വർണമോ ഒക്കെ ആയിരിക്കണം തപ്പിയിരിക്കുന്നത്. ഇയാൾ പ്രേംകുമാർ ആര് എന്ന് ഇപ്പം വ്യക്തമായി വരുന്നതേ ഉള്ളൂ. ഇയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഇയാൾ ആദ്യത്തെ ഭാര്യയെ സംശയത്തിൻ്റെ പേരിൽ കൊന്ന മനുഷ്യനാണ്. അതിൻ്റെ ട്രയൽ വരാൻ പോകുന്നുള്ളൂ. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇരിഞ്ഞാലക്കുട വന്ന് ഈ പുതിയ ബന്ധം സ്ഥാപിച്ചത്. ആ ബന്ധത്തിൽ ഉള്ള ഭാര്യയെയും ആ ഭാര്യയുടെ അമ്മയും കൊന്നു. അടുത്ത 2 പേരെയും കൂടെ കൊലപാതകം നടത്തി. അപ്പം ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 3 കൊലപാതകമാണ്. ചൊവ്വാഴ്ച 3/6/2025 തിങ്കളാഴ്ച വൈകിട്ടാകാം ഈ കൊലപാതകം എന്നാണ് പോലീസിൻ്റെ നിഗമനം. എന്തായാലും മൃതദേഹം ചീഞ്ഞഴുകിയിട്ടുണ്ട്. കഴുത്ത് ഞെരിച്ചാണ് 2 പേരെ കൊന്നത്. ആദ്യത്തെ കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ നമുക്കറിയില്ല. ആദ്യത്തെ ഭാര്യയെ എങ്ങനെ കൊന്നു എന്നും നമുക്കറിയാം. ഏത് വിധത്തിലാണ് അവിടെയും കൊലപാതകം നടത്തിയതിന് പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവരെ 2 പേരെയും കഴുത്ത് ഞെരിച്ചാണ്. രേഖയുടെ 2ാമത്തെ വിവാഹം ആണെങ്കിലും ആ വിവാഹത്തിന് തൊട്ട് മുമ്പ് അമ്മയും മകളും ഈ പഞ്ചായത്ത് ഓഫീസിന് അടുത്ത് വന്ന് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരു പുതിയ ജീവിതം കെട്ടിപ്പൊടുക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു രേഖയുടെ.
ഈ മണിക്ക് 3 പെൺകുട്ടികളാണ്, സിന്ധു, സിജി, രേഖ. അതിലെ കുട്ടിയാണ് ഇവരുടെ ഒപ്പം താമസിക്കുന്നത്. സിന്ധു വിവാഹിതയാണ്, അവർ ഇരിങ്ങാലക്കുടയിലാണ്. സിജിയും വിവാഹിതയാണ്. ഏതായാലും ഭർത്താവിന് സംശയരോഗം തന്നെ. ആദ്യത്തെ ഭാര്യയെ അങ്ങനെ തന്നെ കൊന്നു. ഇപ്പോഴും ആ സംശയരോഗം തന്നെ. ഇവർ വിവാഹം കഴിച്ച് ഇപ്പം അവരുടെ ആ വിവാഹം വേർപെടുത്തി ഇവർ 2ാം വിവാഹമാണ്. ഇയാൾ ആദ്യത്തെ വിവാഹത്തിലെ ഭാര്യയെ കൊന്നിട്ട് ഇപ്പോൾ 2ാം വിവാഹമാണ്. രണ്ടുപേരും 2ാമത് വിവാഹം കഴിച്ചതാണ്. ഇവിടെയും ഇയാൾക്ക് സംശയരോഗം തന്നെ. ആ സംശയരോഗത്തിന് ശേഷം അവരെ കൊന്ന ശേഷം ആ വീട് മുഴുവൻ തപ്പിയിൽ നിന്ന് പണം കൂടെ മോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾ ആരാണ്, എന്താണ്, ഇയാളുടെ ക്യാരക്ടറോട് അറിയേണ്ടിയിരിക്കുന്നു. കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ER ബിജുവിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് വനിതാ പോലീസ് സ്റ്റേഷനിലെ ഇയാൾക്കെതിരായിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. ഇയാളുടെ സംശയരോഗം കൊണ്ടായിരിക്കാം. ആ രേഖ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പുരുഷന്മാർ സ്ത്രീകളുമായിട്ട്. അതൊക്കെ മറ്റു രീതിയിലുള്ള ബന്ധമാണെന്ന് ഇയാൾ സംശയിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇവർ 2 പേരും വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് അവർ നോട്ടീസും കൊടുത്തിരിക്കുന്നു. തിങ്കളാഴ്ച ഇരുവരും കൗൺസിലിങ്ങിന് കൂടെ തയ്യാറായി വരണം എന്ന് വനിതാ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പും കൊടുത്തിരുന്നു. എന്തായാലും പ്രേംകുമാർ ഒളിവിപ്പോയി. അയാളുടെ മൊബൈൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ലുക്കൗട്ട് നോട്ടീസ് അയാൾക്കെതിരായിട്ട് ഇപ്പോൾ പോലീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കൊലക്കേസിൽ ജാമ്യത്തിലായതുകൊണ്ട് അയാളെ ജാമ്യം ഇനി ഉടനെ ക്യാൻസൽ ചെയ്യും. അയാളെ കിട്ടണം. അയാൾ എങ്ങോട്ട് പോയി? അയാൾ പോലീസിന് എന്തായാലും പിടികൊടുക്കാൻ തയ്യാറാവില്ല. കാരണം 2 കൊലപാതകം ഇപ്പോൾ ഉണ്ട്. നേരത്തെ കൊലപാതകത്തിൽ ജാമ്യത്തിലുമാണ്. സ്വാഭാവികമായിട്ട് ആദ്യത്തെ കൊലപാതകത്തിന് ജാമ്യം ക്യാൻസലാവും. 2ാമത്തെ കൊലപാതകം 2 പേരെയാണ് കൊന്നിരിക്കുന്നത്. അതിനും ഇരട്ട കൊലപാതകമാണ്. ജാമ്യം കിട്ടുന്ന സാധ്യത വളരെ കുറവാണ്. ഇനി അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷാവിധി കഴിഞ്ഞിട്ട് അയാൾക്ക് അതിൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് ഇയാൾക്ക് പുറം ലോകം കാണാൻ ഒക്കുള്ളൂ. ഏതായാലും ഈ കൊലപാതകം ഇയാൾ തന്നെ. കാരണം ഈ വിവാഹത്തിന് വേണ്ടി തന്നെയാണ് ആ പാടൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത്, വടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് സ്വസ്ഥമായ ഒരു വിവാഹ ജീവിതം ആഗ്രഹിച്ചാണ് മണിയും മണിയുടെ മകൾ രേഖയും ഈ വീട് വാടകയ്ക്കെടുത്തത്. വാടകയ്ക്കെടുത്ത് 1 മാസത്തിനകം വിവാഹം കഴിയുകയും ചെയ്തു. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീങ്ങിയില്ല. ഇയാൾ സംശയാലുവാണ്. അതിനാണ് വനിതാ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തത്. എന്തായാലും കൊലപാതകം നടത്തിയിട്ട് ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അവിടെ ആ വീട്ടിലെ സ്വർണമോ, ഇവരുടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇവരുടെ ഏതെങ്കിലും സേവിങ്സ് വീട്ടിൽ പണം വെച്ചിട്ടുണ്ടോ, അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഇയാൾ ഇങ്ങനെ പല സ്ഥലത്തും വിവാഹം കഴിച്ചിട്ട് അവരെ കൊല്ലുന്നത് ഇയാൾ സ്വർണത്തിന് വേണ്ടി പണത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം കൂടെ ഇനി നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ കൊലപാതകത്തിന് ശേഷം അതും ചെയ്തിട്ടുണ്ടാവും. രാത്രിയിലാണ് ഇയാൾ വന്ന് ചെയ്തിട്ട് പോയത്. ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ മുഴുവൻ അലങ്കോലപ്പെടുത്തി അത് കള്ളന്മാരാരെ കൊന്നിട്ട് പൈസ എടുക്കാൻ ശ്രമിച്ചെന്നുള്ളൊരു ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാൻ തന്നെ, മിസ്ലീഡ് ചെയ്യാനാണ് പോലീസിനെ. ഇയാൾ പക്ഷേ ഇവരുടെ മരണത്തിൻ്റെ അവരുടെ ബോഡിയുടെ അടുത്ത് എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് ഇയാളിലേക്ക് അന്വേഷണം പോവും. ഇയാളെ കൈപ്പടയിൽ അവിടെ എഴുതി സംശയിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ ഉൾപ്പെടെ അവിടെ അവരുടെ തുണിയിൽ ഒട്ടിച്ചു വെച്ചെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു കൊലപാതകമാണ് തന്നെയാണ്. അവരൊറ്റയ്ക്ക് താമസിക്കുന്നത്. ആ രേഖയുടെ പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. 2 കുട്ടികൾ അനാഥരായി. അത് തന്നെയല്ല അവർ നേരത്തെ ഭർത്താവിൻ്റെ കൂടെയാണോ, ഏതായാലും ഇവിടെ ആ കുട്ടികളില്ലായിരുന്നു ഈ കൊലപാതകം നടക്കുമ്പോൾ എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. 2ാം ഭർത്താവിനെ കുട്ടികൾ അംഗീകരിക്കാത്തതാണോ, അതും വേറൊരു കാര്യം. അതുകൊണ്ട് വീട് വാടകയ്ക്കെടുത്തിട്ട് അമ്മയും മകളും ഇവനും കൂടെ താമസമായി കാണും. നേരത്തെ ഇയാൾ മണർകാടിൽ അവിടുത്തെ സ്ഥിതിവിശേഷം എന്താണെന്ന് അറിയത്തില്ല. അവിടെ ഇയാൾക്ക് എന്ത് ജോലിയായിരുന്നു, ഇയാൾക്ക് എന്ത് പണിയായിരുന്നു, ആദ്യത്തെ വിവാഹമായിരുന്നു, അതിലെ ആളെ ആണോ കൊന്നത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇനി അവിടെ കാട്ടൂർ പോലീസ് സ്റ്റേഷൻകാരെ അന്വേഷിച്ച് കണ്ടെത്തും.